ഹലോ ഓൾ, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രശസ്തനായ അമേരിക്കൻ ഷോർട്ട് സ്റ്റോറി റൈറ്റർ ആംബ്രോസ് ബിയേസെ എന്ന് പറയുന്ന വ്യക്തി എഴുതിയ എൻ ഒക്യൂറൻസ് അറ്റ് ഓൾ ക്രീക്ക് ബ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു ചെറിയ കഥയാണ്. ഈ ഒരു കഥ നടക്കുന്നത് അടിമത്ത കാലഘട്ടങ്ങളിലാണ്. അടിമത്ത കാലഘട്ടങ്ങളിലെ ഒരു റെയിൽ റോഡ് ബ്രിഡ്ജിൻ്റെ മേൽ ഒരു മനുഷ്യനെ കൊല്ലാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ്. കഴുത്തിൽ കുരുക്കിട്ടുകൊണ്ട് ആ വ്യക്തിയെ പാലത്തിന് മുകളിൽ ഒരു പലകയുടെ മുകളിലായി ഒരു പലകയുടെ അറ്റത്തായി നിർത്തിയിരിക്കുകയാണ്. ആ പലകയുടെ മറ്റേ അറ്റത്ത് ഒരു പാറാവുകാരൻ നിൽക്കുന്നു, ഒരു പോലീസുകാരൻ നിൽക്കുന്നു. അയാൾക്ക് ചുറ്റും ഒട്ടനവധി പോലീസുകാർ രക്ഷക്കായി നിൽക്കുന്നുണ്ട്. അവർക്ക് ചുറ്റും ഒട്ടനവധി പോലീസുകാർ നിരനിരയായി നിൽക്കുന്നുണ്ട്. പലകയുടെ അറ്റത്തുള്ള പോലീസുകാരൻ പലകയിൽ നിന്ന് പിന്മാറുകയും ആ പലകയുടെ മറ്റേ സൈഡ്, അതായത് ഈ മരിക്കാൻ നിൽക്കുന്ന ആൾ നിൽക്കുന്ന ആ ഭാഗം താഴോട്ട് പോവുകയും അതിൻ്റെ മുകളിൽ നിൽക്കുന്ന ആൾ താഴോട്ട് വീഴുകയും അതോടൊപ്പം തൻ്റെ കഴുത്തിലുള്ള ആ കുരുക്ക് മുറുകുകയും അങ്ങനെ ആ വ്യക്തിയെ കൊല്ലാനാണ് പോലീസുകാർ ഇവിടെ പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ ആ പലകയുടെ മുകളിൽ മരിക്കാൻ വേണ്ടി റെഡിയായിട്ട് ഇയാൾ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ഇയാൾ നിൽക്കുമ്പോൾ ആ ഒരു സമയത്ത് ഇയാൾ ജസ്റ്റ് ഇയാളുടെ ഫാമിലിയെ പറ്റി ഇങ്ങനെ ചിന്തിച്ചു പോവാണ്. അയാളുടെ ഫാമിലി, അയാളുടെ ഭാര്യയുമായിട്ടുള്ള ആ ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്സും കാര്യങ്ങളൊക്കെ അവിടെ നിന്നുകൊണ്ട് അയാളിങ്ങനെ ചിന്തിക്കുകയാണ്. അവിടെ നിന്നുകൊണ്ട് ഈ ഒരു കയറ് പൊട്ടിയിട്ട് താൻ താഴോട്ട് വീഴുകയും ആ പുഴയിലേക്ക് താൻ വീഴുകയും ആ പുഴയിലൂടെ താൻ നീന്തി രക്ഷപ്പെടുകയും അയാൾ ചിന്തിക്കുകയാണ്. ആ ഒരു സമയത്ത് അവിടെ കൂടുന്ന പോലീസുകാരെല്ലാം നിരനിരയായി അദ്ദേഹത്തിന് നേരെ വെടിയുതിർക്കുന്നുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം തെന്നി മാറിക്കൊണ്ട് വളരെ സാഹസികമായിട്ട് താൻ രക്ഷപ്പെടുകയും ഒരു കാടിലേക്ക് കയറുകയും അതിലൂടെ അയാൾ ഓടിച്ചെന്ന് അയാളുടെ ഫാമിലിയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്ന ഒരു കാര്യം അയാൾ അവിടെ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുകയാണ്. സത്യം പറഞ്ഞാൽ ഇതെല്ലാം അവൻ്റെ വെറും ചിന്തകളാണ്, ഒന്നും നടക്കാൻ പോകുന്നില്ല. കാരണം അവ നിൽക്കുന്നത് ഒരു പലകയുടെ അറ്റത്താണ്. അപ്പുറത്തുള്ള ആൾ മാറുന്നത് കൂടെ എല്ലാം അവിടെ തീരുകയാണ്, എല്ലാം അവസാനിക്കുകയാണ്, അവൻ മരണത്തിലേക്ക് പോവുകയാണ്. പക്ഷെ എന്നിരുന്നാലും തൻ്റെ ഫാമിലിയിലേക്ക് എത്തിച്ചേരാനുള്ള ആ ഒരു കൊതി, ആ ഒരു ത്വര അയാളുടെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ടെങ്കിൽ എന്ന് അയാളിങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. തൻ്റെ ഫാമിലിയുടെ ആ ഒരു പ്രസൻസ്, ആ ഒരു സന്തോഷം തനിക്ക് വീണ്ടും കിട്ടിയിരുന്നെങ്കിലെന്ന് അയാൾ വീണ്ടും ഇങ്ങനെ ആഗ്രഹിക്കുകയാണ്. മരണത്തിൻ്റെ മുൾമുനയിൽ നിൽക്കുമ്പോഴും അയാൾക്ക് അയാളുടെ ഫാമിലിയാണ് വലുത്, ഫാമിലിയാണ് മനസ്സിലുള്ള ആകെ ചിന്ത. അത്രത്തോളം അയാൾ സ്വന്തം ഫാമിലിയെ സ്നേഹിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ അയാളിങ്ങനെ ചിന്തിക്കുന്നതിനിടയിൽ ആ പലക ഇളകുന്നതായിട്ട് അയാൾക്ക് ഫീൽ ചെയ്യുകയാണ്. പലക ഇളകുന്നുണ്ടോ അയാൾ സംശയിക്കുകയാണ്. അതായത് തൻ്റെ പിറകിൽ നിൽക്കുന്ന ആ സോൾജിയർ, ആ പട്ടാളക്കാരൻ പലകയിൽ നിന്നും മാറുന്നോ എന്നയാൾ സംശയിക്കുകയാണ്. അയാളുടെ ഉള്ളിൽ ഭയം വരികയാണ്, ഭയം വന്ന് നിറയുകയാണ്. യഥാർത്ഥത്തിൽ അതൊന്നും അയാളുടെ തോന്നലായിരുന്നില്ല, യഥാർത്ഥത്തിൽ സംഭവിക്കുകയായിരുന്നു. അതായത് ആ പട്ടാളക്കാരൻ, ആ ഒരു സോൾജിയർ ആ പലകയുടെ അറ്റത്ത് നിന്നും നൈസായിട്ട് മാറുകയാണ്. അത് മാറുന്നത് കൂടെ തന്നെ താൻ താഴോട്ട് പോകുന്നതായിട്ട് ഇയാൾക്ക് ഫീൽ ചെയ്യുകയും കഴുത്തിൽ ആ കുരുക്ക് മുറുകുകയും ചെയ്യുകയാണ്. തൻ്റെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകുന്നത് അയാൾ അറിയുകയാണ്. ഒരുത്തി ശ്വാസമെടുക്കാൻ വേണ്ടി അയാൾ കഷ്ടപ്പെടുകയാണ്. അങ്ങനെ പതിയെ ആ ഒരു കുരുക്കിൽ കിടന്നുകൊണ്ട് അയാൾ പെടഞ്ഞു തീരുകയാണ്. ഈ ഒരു മരണത്തിലൂടെയാണ് ആൻ ഒക്യൂറൻസ് അറ്റ് ഓൾ ക്രീക്ക് ബ്രിഡ്ജ് എന്ന് പറയുന്ന ആംബ്രോസ് ബിയേസെയുടെ കഥ അവസാനിക്കുന്നത്. ഈ ഒരു കഥ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ പരമാവധി ഫ്രണ്ട്സുകളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.